അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എൻ്റെ വെള്ളിയാഴ്ച ദിവസത്തെ ഒരു മോർണിംഗ് റുട്ടീനുമായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ 4 മണിക്ക് തന്നെ എഴുന്നേൽക്കും. ഫ്രഷ് ആയതിനു ശേഷം തഹജ്ജുദ് നിസ്കരിക്കും. തഹജ്ജുദ് നിസ്കാരത്തിന് ശ്രേഷ്ഠത എത്രയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഇതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഈ ഒരൊറ്റ നിസ്കാരം കൊണ്ട് സാധിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇതൊരു ശീലമാക്കാൻ ശ്രമിക്കണം. നമ്മുടെ മനസ്സമാധാനത്തിൻ്റെ അറ്റ് പീക്ക് ലെവലാണ് തന്നെ പറയാം തഹജ്ജുദ് നിസ്കാരം. ഈ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദുആ ചെയ്യും, ദിക്റുകൾ ചൊല്ലും, പിന്നെ അദ്കാറൊക്കെ ചൊല്ലും. ഓരോ ദിക്റുകളുടെയും അർത്ഥം നോക്കി ചൊല്ലുമ്പോഴൊക്കെ ഭയങ്കര സമാധാനമാണ്. പിന്നെ എൻ്റെ ദുആ ബക്കറ്റ് ലിസ്റ്റിലെ ഓരോ ദുആയും ചൊല്ലും, അതെടുത്തിട്ട് ചൊല്ലും. ശേഷം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അൽ കഹ്ഫ് സൂറത്ത് ഓതും. അതിൻ്റെ ശ്രേഷ്ഠത പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാവരും വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതൽ പതിവാക്കുക. ഒരാഴ്ച നമുക്ക് വരുന്ന എല്ലാ ആപത്തുകളെയും തടയപ്പെടും. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തൊരു ദുആയും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ പതിവാക്കിയാൽ നമ്മുടെ ഹൃദയം ഹയാത്താകും, രോഗങ്ങളെ തൊട്ട് സംരക്ഷണമേകി ശരീരസുഖം ലഭിക്കും, അള്ളാഹുവിൻ്റെ കാവലിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ഇത് ചൊല്ലുന്നതിന് നിനക്ക് എന്താണ് തടസ്സം എന്ന് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. അതിനുശേഷം നല്ലോണം വിശന്നപ്പോൾ ഞാൻ ഒരു ആപ്പിളും കുറച്ച് വെള്ളവും കൂടെ കഴിച്ചു. രാവിലെ തന്നെ പഴം കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്, എന്തെങ്കിലും ഒരു പഴം കഴിക്കുന്നത്. അതിനുശേഷം പിന്നെ ബാങ്ക് കൊടുത്തതിന് ശേഷം ഫജ്ർ നമസ്കാരമൊക്കെ കഴിഞ്ഞു. ജേണലൊക്കെ എഴുതി ചെറുതായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്തു. ചെറുതായിട്ടൊരു സ്ട്രെച്ചിങ് ദിവസം ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് എന്ന് നമുക്കൊരു ഫീലുണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് ഭക്ഷണം, നല്ല ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ചെറുതായിട്ട് വ്യായാമങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അത് നമുക്ക് ഹെൽത്തിന് വളരെ ബെനിഫിറ്റ് ഉണ്ടാക്കും. കഴിഞ്ഞു പോയ കാര്യത്തിനെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന കാര്യത്തിനെക്കുറിച്ചും ചിന്തിച്ചിട്ട് മനസ്സിനെ പ്രശ്നത്തിലാക്കാതിരിക്കുക. അത് നമ്മുടെ ഹെൽത്തിനെ, മെൻ്റൽ ഹെൽത്തിനെ വളരെ മോശമായി തന്നെ ബാധിക്കും. നമ്മൾ ഈ നിമിഷത്തെ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ, നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, അതിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അതാണ് നമ്മൾ ഏറ്റവും നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ടത്. നമ്മുടെ ലൈഫിന് കൊടുക്കേണ്ട ഏറ്റവും നല്ല ഒരു ട്രീറ്റ് അതാണ്. നമ്മൾ മറ്റുള്ളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുക. അതിനുശേഷം ഞാൻ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാനുള്ള പരിപാടിയാണ്. എല്ലാവർക്കും ചായ ഉണ്ടാക്കി എനിക്കൊരു കപ്പ് ചായ എടുത്തിട്ട് ഞാൻ മുകളിൽ പോയിട്ടാണ് കുടിച്ചത്. രാവിലെ തന്നെ ഒരു പ്രകൃതിയൊക്കെ കണ്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിയിട്ട് 2-3 കിളികളാണ്, 4 കിളികളുണ്ട്. അവരെ അതും കണ്ടു. എന്നിട്ട് പ്രകൃതിയിലേക്ക് നോക്കി ഒരു കപ്പ് ചായ കുടിച്ചു. അതൊരു വല്ലാത്ത ഫീലാണ്. റബ്ബിൻ്റെ സൃഷ്ടികൾ കാണാൻ, നമുക്ക് വേണ്ടി റബ്ബ് ഒരുക്കി വെച്ച് നമ്മുടെ പ്രകൃതി കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. അവിടേക്ക് നോക്കിയിരുന്ന് നമ്മൾ ചായ കുടിക്കുക, അതും വല്ലാത്തൊരു ഭംഗിയാണ്. ശേഷം നമ്മൾ വീട്ടിലുള്ള ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. അതാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ. രാവിലെയുള്ള എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി ഞാനിവിടെ ദുആ കൊടുക്കുന്നുണ്ട്. ഈ ദുആ എല്ലാവരും ചെയ്ത് നോക്കണം. അസ്സലാമു അലൈക്കും.